സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായിട്ടുള്ള അലിൻ ജോസ് പെരേര ഇപ്പോൾ പോലീസിന് ഒരു പരാതി നൽകിയിരിക്കുകയാണ്. അലിന് ക്രൂരമായി മർദ്ദനമേറ്റു എന്നുള്ളതാണ് അലിൻ്റെ പരാതി. ഇന്നലെയാണ് അലിനെ ക്രൂരമായി മർദ്ദിച്ചത് യൂബർ ഡ്രൈവർ. എന്തായാലും അലിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുക. അലിന് കാര്യമായി മർദ്ദനമേറ്റു, ഇടി കിട്ടിയോ, എന്താ സംഭവിച്ചത്? ഞാൻ ആരെയും അങ്ങനെ ഉപദ്രവിക്കാൻ പോകാറില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാനൊരു ചേട്ടനെ പോലെ കണ്ടൊരു, എനിക്ക് സ്വന്തമായിട്ട് ചേട്ടന്മാരില്ലെങ്കിൽ പോലും ഒരുപാട് കസിൻസ് ആൾക്കാരെ പോലും നമുക്ക് ഇപ്പോൾ കൂടെയില്ല. പക്ഷേ ആശിഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ചേട്ടനെ പോലെയായിരുന്നു 2 വർഷമായിട്ട്. ഇന്നലെ ആ ഒരു മർദ്ദനം ആശിഷേ വിവരം അറിയും. അലിൻ ജോസ് ഇറക്കുച്ചിക്കാരൻ മാത്രമല്ല, എനിക്ക് പിടിബലം വേണ്ട, പിടിപാടും വേണ്ട. മനസ്സിലായ പട്ടാപ്പകല് എനിക്ക് നിന്നെ ഇതാക്കാൻ അറിയാം. ഇത് ഇവന്റെ അഭിനയമാണെങ്കിൽ ഇവന് ഓസ്കാർ കൊടുക്കണം. ഓസ്കാർ. വളരെ ഞെട്ടലോടെയാണ് ഈ ഒരു വാർത്ത കേട്ടത്. സൂപ്പർ സ്റ്റാർ അലിൻ ജോസ് പെരേരയെ യൂബർ ഡ്രൈവർ കാറിനകത്തിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാരണം നെഗറ്റിവിറ്റിയിലൂടെ പോപ്പുലർ ആവുക, അതിലൂടെ പേരെടുക്കുക, അങ്ങനെ വന്ന കുറച്ച് ആളുകളിൽ ഒരാളാണ് ഈ അലിൻ ജോസ് പെരേര. എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയം ഉണ്ടാക്കിയത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ബിഗ് ബോസിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷനും ദേഷ്യവും വിഷമവും ഒക്കെ അലിൻ ജോസ് പെരേരയ്ക്കും അലിൻ ജോസ് പെരേരയുടെ അച്ഛനും ഉണ്ട്. അത് അവർ 1-2 ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കാരണമാണ് രേണുസുതി ബിഗ് ബോസിലേക്ക് പോയത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പോൾ വൈൽഡ് കാർഡൊക്കെ കയറുന്ന സമയമാണല്ലോ. അപ്പോൾ ഒരു കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടൊക്കെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടാണോ കാണിച്ചു കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് പറയാം. അതിനു മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും, ഓടിച്ചാടി വന്ന് കാണാനും പറ്റും. ഈ ഒരു വീഡിയോയുടെ മുഴുവൻ ഭാഗം നമുക്കത് കണ്ടു നോക്കാം. എന്താണ് അലിൻ ജോസ് പെരേര പറയുന്നത്, അലിൻ ജോസ് പെരേരയുടെ അച്ഛന് പറയാനുള്ളത്, പിന്നെ ആ നാട്ടിലെ ഏതോ ഒരു ജനപ്രതിനിധി ഉണ്ടെന്ന് തോന്നുന്നു, പുള്ളിക്കും പറയാനുള്ളതും കേട്ട് നോക്കാം. എന്നിട്ട് ഞാൻ ഇയാളുടെ അഭിനയമാണ് എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം കൂടി ഞാൻ പറയാം. നമുക്ക് ഈ വീഡിയോ ഒന്ന് ഫുൾ കണ്ടു നോക്കാം. സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായിട്ടുള്ള അലിൻ ജോസ് പെരേര ഇപ്പോൾ പോലീസിന് ഒരു പരാതി നൽകിയിരിക്കുകയാണ്. അലിന് ക്രൂരമായി മർദ്ദനമേറ്റു എന്നുള്ളതാണ് അലിൻ്റെ പരാതി. ഇന്നലെയാണ് അലിനെ ക്രൂരമായി മർദ്ദിച്ചത് യൂബർ ഡ്രൈവർ. എന്തായാലും അലിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുക. അലിന് കാര്യമായി മർദ്ദനമേറ്റു, ഇടി കിട്ടിയോ, എന്താ സംഭവിച്ചത്? ഞാൻ ആരെയും അങ്ങനെ ഉപദ്രവിക്കാൻ പോകാറില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാനൊരു ചേട്ടനെ പോലെ കണ്ടൊരു, എനിക്ക് സ്വന്തമായിട്ട് ചേട്ടന്മാരില്ലെങ്കിൽ പോലും ഒരുപാട് കസിൻസ് ആൾക്കാരെ പോലും നമുക്ക് ഇപ്പോൾ കൂടെയില്ല. പക്ഷേ ആശിഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ചേട്ടനെ പോലെയായിരുന്നു 2 വർഷമായിട്ട്. ഇന്നലെ ആ ഒരു മർദ്ദനം ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട്. ഇപ്പോൾ കാരണം ഇന്നലെ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. കാരണം ഭയങ്കരമായിട്ട് ഇടി കൊണ്ടിട്ട് വേദന കൊണ്ട് പൊളയണമായിരുന്നില്ല. കാരണം കഴുത്തിലും ഇത് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നീരുണ്ടായി. ഇപ്പം നീര് കുറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, തലേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ ബൈറ്റ് കൊടുക്കുന്നതിന് തൊട്ട് തലേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നതെന്ന് പറയുന്നു. ഇന്നലെ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയോ അടി കിട്ടിയിട്ടുണ്ട്, നീരുണ്ടായിരുന്നു, അതിപ്പോൾ കുറഞ്ഞതാണ് എന്നൊക്കെയാണ് അലിൻ ജോസ് പെരേര പറയുന്നത്. ഈ അച്ഛൻ പെരേരയ്ക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ കേട്ടിട്ട് ഞാൻ വേറൊരു ഭാഗം കാണിച്ചിടാം. ഒരു 3-4 ഭാഗം ഇതിനകത്ത് നിങ്ങൾ കാണാനുണ്ട് കേട്ടോ വീഡിയോ. ആ വീഡിയോകൾ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇവൻ്റെ അഭിനയമാണെങ്കിൽ ഇവന് ഓസ്കാർ കൊടുക്കണം. ഓസ്കാർ. നമുക്ക് അച്ഛൻ പെരേരയ്ക്ക് എന്താണ് പറയാനുള്ളത് കേട്ട് നോക്കാം. നമ്മൾ ഇതുവരെ ആരെയും ഉപദ്രവിക്കാനും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും പോകാറില്ല. നമ്മളൊരു ഉപദ്രവം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെന്താണ് ഇങ്ങനെ വീട്ടുകാർ ഇങ്ങനെ വയറിലായെന്ന് പറഞ്ഞ് ഉപദ്രവിക്കണമെന്ന് നമുക്ക് അറിയത്തില്ല. ഇന്നലെ ഇവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ ഓടി, നമ്മൾ കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ കരഞ്ഞിട്ടാണ് ഓടി വന്നത്. അപ്പോൾ ആ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. ഇവൻ്റെ ഈ കരച്ചിൽ കാണുമ്പോൾ പിന്നെ അവൻ്റെ മുഖമൊക്കെ നോക്കി നമ്മൾ നിരീക്ഷിച്ചിട്ട് ഇവനെ സമാധാനമാക്കിയിട്ട് അവനെ വിളിച്ച്. അപ്പോൾ അവനെ വേറെ എന്തോ ഇവരറിയോ? സ്ഥലം കൗൺസിലറാണ്. അപ്പോൾ കൗൺസിലർ വളരെ ജെന്യൂനായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇനി കൗൺസിലർ ഇവരുടെ ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാവാതെ സംസാരിക്കുന്നതാണെന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കും ഇതൊക്കെ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന്. കാര്യമുണ്ട്. കാരണം ഇവനെപ്പോലുള്ള ആൾക്കാർ, എനിക്കത് ആ യൂബർ ഡ്രൈവർ ആരാണെന്ന് ഇതിനകത്ത് പറയുന്നില്ല, എന്തോ ആശിഷ് എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ലാതെ അത് ആരാണ്, എന്താണ്, ഏതാണ് എന്നൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. ഇതെൻ്റെ കാഴ്ചപ്പാടിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു കള്ളപ്രചരണവുമായിട്ട് എന്തിനു വേണ്ടി വരുന്നു അതാണ് മനസ്സിലാവാത്തത്. അലിൻ ജോസ് പെരേരയാണ് കക്ഷി എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ വരുന്നത്. എന്ത് ചെയ്തും വൈറലാവണം എന്ന് ചിന്തിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരാളാണ് അലിൻ ജോസ് പെരേര. അപ്പോൾ നമുക്ക് ഈ കൗൺസിലർക്ക് എന്താണ് പറയാനുള്ളത് കേട്ടു നോക്കാം. കൗൺസിലർ കൂടിയാണ്. എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന ആളുകളാണ് ജസ്ലി, ലോറൻസ് പെരേരയും അലിനും ഒക്കെ. ഞാൻ ചെറുപ്പം നിരന്തരം കാണുന്നവർക്ക് ഇവരൊരു ഉപദ്രവം ഒരാൾക്കും ഉണ്ടാക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല. ഇന്ന് പുലർച്ചെയാണ് ഞാൻ ഇവർ അറിയുന്നത്. അലിൻ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോൾ അറിയണത്. അത് ശരിക്കും അയാൾക്ക് ഈ മർദ്ദനം ഏറ്റിട്ട് അയാൾക്ക് തലക്കും നെഞ്ചിനും മുഖത്തും ഒക്കെ പാടുകളും ഇടിയും ഹോസ്പിറ്റലിൽ പോകാൻ വലിയ രീതിയിലുള്ള ശാരീരികാസ്വസ്ഥത പുള്ളിക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നമുക്കൊരു പരാതി പോലീസിനെ ഇവർ അറിയിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അയാളുടേതായിട്ടുള്ള ഒരു വഴി തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത് ഈ ശരീരമായി ഉപദ്രവിക്കേണ്ട കാര്യമില്ല. കാണുന്നവർക്ക് കാണാമല്ലാത്തവർക്ക് ഇത് ഉപേക്ഷിച്ച് കളയാം അല്ലേ?
ഇത് നമ്മളെല്ലാവരും കാണുക. അലിൻ ജോസിനെ നമ്മളെല്ലാവരും മൊബൈലിലൂടെ ഒരു തവണയെങ്കിലും വീക്ഷിച്ച ആൾക്കാർ നിരന്തരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ നമ്മുടെ തന്നെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം അലിൻ ജോസിൻ്റെ വീഡിയോകൾ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. പക്ഷേ മീഡിയ ഇങ്ങനെ പുറകെ നടന്നിട്ട് ഇവരുടെ ബൈറ്റ് എടുക്കുക, ഇവരെ കോമാളികളായിട്ട് മീഡിയ ഒരു പരിധിവരെ മീഡിയയാണ് ഇവരെ കോമാളികളായിട്ട് ചിത്രീകരിച്ചത്. ഒരു സമയത്ത് വനിതാ തിയേറ്ററിൻ്റെ മുന്നിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ചെന്ന് കഴിഞ്ഞാൽ ഇവരെ പൊതിയാൻ മാത്രമാണ് മീഡിയാസ് ഉള്ളത്. വേറെ അവിടെ താരങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സിനിമയാണെങ്കിൽ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് വരികയാണെങ്കിൽ അവരെ മീഡിയക്കാർക്ക് വേണ്ട. ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേര, പിന്നെന്താ ടൈഗർ അണ്ണൻ, എന്തൊക്കെയോ പേരുകൾ, അവരെ മാത്രം മതി മീഡിയയ്ക്ക്. കാരണം ആളുകൾ കൂടുതൽ തെറി പറയാനാണെങ്കിൽ പോലും ഇവരുടെ വീഡിയോകളാണ് കാണുന്നത്. അപ്പോൾ മീഡിയ മുഴുവൻ അവരുടെ പുറകെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വനിതാ തിയേറ്ററിൽ ഇവരെ കയറ്റില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ഞാനിത് അഭിനയമാണ് എന്ന് പറയാൻ കാരണം അടുത്തൊരു 1-2 ക്ലിപ്പുകളുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ശരിക്കും ചെറിയൊരു മുറിവേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലത്തേക്ക് മറ്റാരും ഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഡ്രസ്സ് ചെയ്തതാണ്. ഇതൊരു പ്രതിഷേധമാണ് ശരിക്കും. കാരണം നമുക്ക് വലിയ മുറിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം തലക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. ഇടിയുടെ ആഘാതം കൂടുതലുണ്ട്. അപ്പം അത് നമുക്ക് ഇപ്പോൾ നമ്മളെ വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഇങ്ങനെ ഒരു വേദനയുടെ ഭാഗത്താണ് കെട്ടിവെച്ചിരിക്കുന്നത്. മനസ്സിലായി, മുറിവൊന്നുമില്ല, പക്ഷേ എന്നാലും ഭയങ്കര വേദനയുണ്ട് തലയ്ക്ക്. കാരണം നമ്മൾ ഇത്രയും ഒരു ചേട്ടനെ പോലെ സ്നേഹിച്ചൊരു വ്യക്തി നമുക്കെതിരെ ഇങ്ങനൊരു മർദ്ദനം ചെയ്യുമെന്ന് ഓർത്തില്ല. കണ്ടല്ലോ, തൊട്ട് മുന്നത്തെ വീഡിയോ ഇതിന് മുൻപുള്ളതാണ്. അതിൽ ഒരു മാർക്കുകളും ഇല്ല ആ വീഡിയോയ്ക്കകത്ത്. ഈ പ്ലാസ്റ്റർ ഒട്ടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ബാൻഡേഡ് ഒട്ടിക്കണമെങ്കിൽ എന്തെങ്കിലും മുറിവുണ്ടാവണം അല്ലേ? അല്ലാണ്ട് ചുമ്മാ ആരെങ്കിലും ബാൻഡേഡ് ഒട്ടിക്കുമോ? എനിക്കറിയത്തില്ല. തലയ്ക്ക് ആൾ താമസമുള്ള ആരും അങ്ങനെ ബാൻഡേഡ് ഒട്ടിച്ച് കയ്യിലും കാലിലും കെട്ടുകളൊക്കെ ആയിട്ടൊന്നും നടക്കത്തില്ല. ഇവിടെ തലയിൽ കെട്ട്, കയ്യിൽ കെട്ട്, കഴുത്തിൽ ബാൻഡേഡ്, മൂക്കിൽ ബാൻഡേഡ്. ശരിക്കും നാട്ടുകാരെ പറ്റിക്കുന്നതല്ലേ ഇത്? തീർന്നിട്ടില്ല. അടുത്തിനി അലൻ ജോസ് പെരേരയുടെ അഭിനയം നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ചേട്ടാ അവരെന്നെ മാനസികമായിട്ട് ഉപദ്രവിച്ചു കേട്ടോ. അത് തന്നെ നാവിൽ വരുന്നു. അലൻ ജോസ് പെരേരെ മാനസികമായിട്ട് ഉപദ്രവിച്ചാൽ തലയ്ക്കും കൈക്കും അങ്ങനെ കെട്ടുവരുന്നത് കേൾക്കാൻ ബാക്കി. ഭയങ്കര രീതിയിൽ തല്ലി മർദ്ദിച്ച് അവശനാക്കി. അവരിങ്ങനെയൊന്നും അല്ല വിചാരിച്ചേക്കുന്നത്. ഒരു പുരുഷനെന്ന നിലയിൽ പോലും അവർ ഇട്ടിട്ട് മർദ്ദനം എന്ന് പറഞ്ഞാൽ മാന്തുക, പിച്ചുക, അടിക്കുക, കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇതുണ്ട്. ഇപ്പോൾ പാടുണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഒരു ദിവസം കൊണ്ടൊക്കെ പാട് കുറേ. ഇതൊന്നും വൈറ്റ് വാഷ് അടിച്ചതാ. പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട് ഒരു ദിവസം കൊണ്ട് 1-2 ദിവസം ആയിക്കോട്ടെ, ആ പാടങ്ങ് മാഞ്ഞു പോയിന്ന്. എന്തെന്നാണ് ഇത്? സമ്മതിക്കണം എൻ്റെ പൊന്നു മോനെ, നിൻ്റെ തൊലിക്കട്ടി കാണ്ടാമൃഗങ്ങൾക്ക് പോലും ഉണ്ടാവില്ല ഇമാതിരി തൊലിക്കട്ടി. പറയാതിരിക്കാൻ വയ്യ. ഇനി ആരെങ്കിലുമൊക്കെ ഇവൻ്റെ ഫാൻസുകാർ ഓടി വന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാനെന്ത് പറയാൻ. ശരി, ബാക്കിയേക്കാം. കണ്ടില്ല, അതെന്തായാലും ഭയങ്കര വേദന എടുക്കേണ്ടത്. അതാണ് തലക്ക് കെട്ടി വെച്ചിരിക്കുന്നത്. തലക്ക് ഭയങ്കരമായിട്ട് ക്ഷതമേറ്റിട്ടുണ്ട്. കാരണം ഇതൊരു ആൾക്കും വരടുത്ത്. കാരണം ഇന്നലെ 2-3,000 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് മൊത്തം അവരിവിടെ കയറിപ്പോയിട്ട് മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പോയി, കയ്യിൽ നിന്ന്. അത് പറഞ്ഞ് പാഷാൻ്റെ ചിരി കണ്ടു. അവസാനം അപ്പുറത്തൊരാളെ നോക്കിയിട്ട് കള്ളം പറയുമ്പോൾ ഉള്ളിൽ നിന്ന് അറിയാണ്ട് ചിരിയും നോട്ടമൊക്കെ മാറും. ഇനി നമുക്ക് അലൻ ജോസ് പെരേര ഈ പറയുന്ന യൂബർ ഡ്രൈവർ ഉണ്ടല്ലോ, അതാരാണെന്ന് നമുക്കറിയില്ല. ആശിഷെന്നോ ആശിക്കെന്നോ പേര് പറയുന്നുണ്ട്. അയാളെ വളരെ മനോഹരമായിട്ട് തെറി പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. മോനെ ആശിഷേ വിവരം അറിയും. അലിൻ ജോസ് പെരേര കിടക്കുച്ചിക്കാരൻ മാത്രമല്ല, എനിക്ക് പിടിബലം വേണ്ട, പിടിപാടും വേണ്ട. മനസ്സിലായ? പട്ടാപ്പകല് എനിക്ക് നിന്നെ ഇതാക്കാൻ അറിയാം. ഒരു കോടതി നിയമമൊന്നും വേണ്ട. മനസ്സിലായി? എനിക്കിട്ട് കളിക്കാൻ നിങ്ങൾ കഴിഞ്ഞാൽ മീഡിയ അറ്റൻഷനും ഈ കോമാരത്തിനും നമ്മൾ മാറ്റി നിർത്തും. മനസ്സിലായ? അങ്ങോട്ട് നമ്മൾ പെരുമാറും. പച്ചക്ക് പെട്രോൾ ഒഴിച്ചാൽ കത്തിക്കുന്നില്ലേ? മനസ്സിലായി? അത്രക്ക് വേദന ഉണ്ടാവും വായിച്ചപ്പ. മനസ്സിലായി? ഇത് റെക്കോർഡ് ചെയ്താലും കുഴപ്പമില്ല. കാരണം എനിക്ക് അത്രയും പേഴ്സണലി റിവഞ്ച് ആയി നിന്നോട്. ഇപ്പം നീ അത് എഴുതിക്കോ. നീ അത് എഴുതിയിട്ട് അത് വാർത്ത കൊടുക്ക്. മറ്റേ സ്റ്റേഷനിൽ പോയി എന്നെ പിടിക്കണേ മുന്നേ നിന്നെ പണിതിട്ട് ഞാൻ പോകുള്ളൂ. മോനെ ആശിഷേ, പൊന്നാര മോനെ, നീ ഇത്രത്തോളം എന്റെ അടുത്ത് ഇങ്ങനത്തെ ഗെയിം കളിക്കാനായല്ലേ? ഇത്രയും 2 വർഷത്തോളം കൂടി നിന്നിട്ട് ഇങ്ങനെ കുതുകാലോട് ഇത്തരം ഗെയിം ആയിട്ട് മുന്നിട്ട് നിന്നോ? കുഴപ്പമില്ല, മുന്നോട്ട് പോട്ടെ. എന്തായാലും അലിൻ ജോസ് എന്ന വ്യക്തി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ഗെയിം കളിച്ചാലും എന്ത് അനാവശ്യ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമില്ല. പെണ്ണ് കത്തി കൊടുക്കാൻ നോക്കിയിട്ട് ഈ അനാവശ്യമായിട്ട് നിന്റെ സ്റ്റിയറിംഗ് ഞാൻ വളർത്തുന്ന പറഞ്ഞ് വേറെ രീതിയിൽ കൊടുക്കണല്ലേ? നവ തലക്ക് തലവേദനയുണ്ട്. എന്നിടക്ക് നിന്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പ്രഷർ കൂടുന്നുണ്ട്. ആശേ, പിന്നെ നീ ഇത് റെക്കോർഡ് ചെയ്ത് ഇട്ടാലും എനിക്കൊരു ഈ രോമത്തിന്റെ ഒരു പോകുന്നില്ല. മനസ്സിലായ? മോനെ, നീ എന്താണ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നീ ചവിട്ടിയില്ലടാ ദുഷ്ടാ. നീ കാണാടാ നിയമ പോരാട്ടം. മനസ്സിലായത്? ഇനി കോടതി കാണാടാ കോടതിയിൽ. മോനെ, കോടതി പോകാടാ. ആര് ജയിക്കും നമുക്ക് നോക്കാം.
ലോകം മൊത്തം എത്തുന്നവരില്ല. എന്റെ കൂടെ ദൈവം എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, മനസ്സിലായ? ഈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞ സാധനം തിരിച്ചെന്ന് പറഞ്ഞൊരു പരാതി എനിക്ക് ഞാൻ കണ്ടു, മനസ്സിലായ? അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറഞ്ഞോളാം. എന്നിട്ട് ഞാൻ ജയിലിൽ പോകണം വേണ്ടെന്നുള്ള ഞാൻ തീരുമാനിച്ചോളാം. ആർക്കെതിരെ കേസ് എടുക്കുമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, മനസ്സിലായ? ഈ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന ആൾ എങ്ങനെയാണ് സ്റ്റിയറിംഗ് തിരിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ അത് തിരിച്ചിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടായിരുന്നു തെളിയിക്കും. അനാവശ്യമായിട്ടുള്ള പോയിന്റ് വരെ പറയണം. രാജേഷേ, കുടുംബം കത്തിക്കോട്ടാ, നീ അതും നീ റെക്കോർഡ് കിട്ടോ. അനാവശ്യമായിട്ട് എനിക്കെതിരെ ഒരു പോയിന്റ് FIR എഴുതിയിട്ടോ. അതിനെ പറ്റി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. ദൈവത്തോർത്ത് സ്റ്റേഷനിൽ പോയിട്ടില്ല. ഹോസ്പിറ്റലിൽ ഞാൻ പോയേക്കാം കംപ്ലൈന്റ്. ദൈവത്തോർത്ത് അനാവശ്യമായിട്ടുള്ള പോയിന്റ് FIR എഴുതി തീർത്താ ആശിച്ചെ പുനരം മോനെ നീ കല്യാണം കഴിക്കാൻ വേണ്ടി നീ ഉണ്ടാവില്ല, നീ റെക്കോർഡ് ചെയ്യാൻ കുഴപ്പമില്ല. ഞാൻ ജയിലിൽ നിന്ന് പരോൾ ആയിട്ടാണെങ്കിൽ നിന്നെ തീർത്തിരിക്കും. ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ഇവനായിട്ട് കൊടുത്തിട്ടില്ല, ഹോസ്പിറ്റൽ വഴിയാണ് പോയതെന്ന്. നമ്മൾ ആദ്യം കണ്ട ബൈറ്റില്ലേ, ആ മീഡിയക്കാരൻ വന്നിട്ട് ചോദിക്കുന്നത്, അതിനകത്ത് പറയുന്നു അലൻ ജോസ് പെരേര പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ മീഡിയക്കാരൻ പറയുന്നതാണോ ശരി, അതോ അലൻ ജോസ് പെരേര പറയുന്നതാണോ ശരി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. തീർന്നിട്ടില്ല. ഈ ഒരു ഓഡിയോ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തെറി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആ തെറി ഭാഗമൊക്കെ മ്യൂട്ട് ചെയ്യുവേ, അല്ലെങ്കിൽ മറ്റേ ബീപ്പോ എന്തെങ്കിലും കിട്ടേ കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കേൾക്കാം. അലൻ ജോസ് പെരേരയുടെ യഥാർത്ഥ മുഖം. ഇത് ഒരു മീഡിയ അറ്റൻഷന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ വളരെ നാറിയ പരിപാടിയായിപ്പോയി, പറയാതിരിക്കാൻ വയ്യ. കാര്യം ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുക, യാതൊരു സംസ്കാരവും ഇല്ലാതെ സംസാരിക്കുക, അതിന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക, അയാളുടെ വാട്സപ്പിൽ അയച്ചു കൊടുത്തതോ അല്ലെങ്കിൽ അയാളെ വിളിച്ച് സംസാരിച്ചതോ ഒക്കെയാണ്. ഓപ്പോസിറ്റ് വോയിസ് ഒന്നും കേൾക്കുന്നുമില്ല. അപ്പോൾ ഇനി അതല്ല, ഇവൻ വെറുതെ അയാളെ തെറി പറയുന്ന പോലെ റെക്കോർഡ് ചെയ്ത് എടുത്ത് ഒന്നും അറിയത്തില്ല. കണ്ടു നോക്കാം. ദൈവത്തോർത്ത് എനിക്ക് ഭ്രാന്തോട് പിടിപ്പിക്കുന്ന ആശയം ഉന്നരം മോനെ, മനസ്സിലായോ? കാരണം ഒരു AJP എന്ന് പറയുന്ന വേറെ സ്വഭാവമുണ്ട്, വൃത്തിയുടെ സ്വഭാവമുണ്ട്. മറ്റേ കത്തി അല്ലെങ്കിൽ തോക്ക്, ബോംബ്, ഇങ്ങനത്തെ പല ഐറ്റംസും നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. കാരണം എനിക്ക് വേണമെങ്കിൽ പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഒരാളെ തീർക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർക്കാം. കാരണം എന്നെ നശിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്ന് ഞാൻ തന്നെ കൊല്ലോട്ടെ. ദൈവത്തോർത്ത് ആൾക്കാരെ കൂട്ടിയിട്ട് എനിക്കും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പല എന്നോട് ചോദിച്ചു തന്നെ വന്ന് തലയുടെ വെട്ടണമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ എന്റെ പേരിലെങ്കിലും FIR വധഭീഷണിയല്ലേ? കത്തി, ബോംബ്, കടാര കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനുള്ള സെറ്റപ്പ് അലൻ ജോസ് പെരേരയ്ക്കുണ്ട്. അതുകൊണ്ട് നിന്റെ വീട്ടിൽ കയറി പണിയും എന്നൊക്കെ പറയുന്നത് വധഭീഷണിയല്ലേ? എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല? ഇതിന് ഓപ്പോസിറ്റ് ആളുണ്ടെങ്കിൽ തന്നെ, ഈ ആശിഷ് എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ തന്നെ, നാളെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അലൻ ജോസ് അകത്താണ്, അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ തമാശയ്ക്കാണെങ്കിൽ പോലും ഇമാതിരി പരിപാടികൾ കാണിക്കുമ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു മോനെ. എനിക്ക് നാവിൽ ആ പേരേ വരുന്നുള്ളൂ, അലൻ ജോസ് പെരേരെ. അച്ഛൻ മറ്റേ ആനപ്പുറത്ത് കയറുന്നു പറഞ്ഞിട്ട് മോൻ്റെ മറ്റടുത്ത് തഴമുണ്ടാവില്ല. അത് വിചാരിച്ചാണ് മോൻ ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ അടി കിട്ടുമ്പോൾ ഓടാൻ നേരം ഉണ്ടാവുള്ളൂ. കൂടെയുള്ള നിന്റെ ബോഡി ഗാർഡ്സ് പോലും ഉണ്ടാവത്തില്ല. കേൾക്കാൻ ബാക്കി. എഴുതി വെച്ചാ മോനെ, പുന്നാര മോനെ, നീ വിവരം അറിയോട്ടെ. നിന്റെ FIR പരാതി കഴിയുമ്പോൾ വായിച്ച് എന്തെങ്കിലും മോശമായിട്ടുള്ള നിന്റെ സ്റ്റിയറിംഗ് അവിടെ തിരിച്ചെന്ന് ഞാൻ പറഞ്ഞത് വണ്ടി പോയി, മനസ്സിലായോ? ഇത് റെക്കോർഡ് ചെയ്യാൻ കുഴപ്പമില്ല. എനിക്കൊരു ജീവിതം വരാൻ പോകുന്നത്. നീയും പെണ്ണിട്ടില്ല, ഞാനും പെണ്ണിട്ടില്ല. പിന്നെ നമ്മുടെ ലൈഫ് രണ്ടുപേരും ബാച്ചിലറാണ്, പെണ്ണിട്ട് അത്ര നാൾ. അപ്പൊ അതുകൊണ്ട് നീ മാന്യമായിട്ട് കുടുംബമായിട്ട് നിനക്ക് ജീവിക്കണമെങ്കിൽ, നിന്റെ മറ്റേ നിനക്കൊരു കാമുകിയുണ്ട്, അവരായിട്ട് ജീവിക്കണമെങ്കിൽ മാന്യമായിട്ട് ഈ ഇത് കിട്ടോ. കാരണം നമുക്ക് പ്രതികരിക്കാൻ വേണ്ടി ഓൺലൈൻ ചാനൽ വന്നപ്പോൾ ഞാൻ മാന്യമായിട്ട് വന്ന സംഭവങ്ങൾ പറഞ്ഞു. എനിക്കെതിരെ ഈ FIR പോയിട്ട് എനിക്കെതിരെ അറസ്റ്റ് വന്ന നിനക്ക് മാപ്സിക് മീഡിയ ഉണ്ടെങ്കിൽ എനിക്ക് ലോകം മൊത്തം ചാനലുണ്ട്. എനിക്ക് വേണമെങ്കിൽ സ്ട്രൈക്ക് നടത്താം, ബസ് സമരം നടത്താം, അല്ലെങ്കിൽ പബ്ലിക്കിൽ സമരം നടത്താം. എനിക്കെതിരെ ഒരു ഇതൊന്നും ആഞ്ഞടിക്കണമെന്നും പറഞ്ഞു, മനസ്സിലായോ? ദൈവത്തോർത്ത് ഫാൻ ബേസ് കൂടുതലുള്ള ഒരാളാണ് ഞാൻ. എനിക്കിട്ട് പണിയാൻ നിൽക്കരുത് ആശിഷേ. കുടുംബം സുലഭിതമായി പോകും, പിന്നെ വെണ്ണീറായി പോകും. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങോട്ട് വേറെ കുറേ സംഭവങ്ങൾ ഇതേ തെറിയും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു പോകുന്ന കാര്യമാണ്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മളൊരു അലൻ ജോസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അയ്യോ ചേട്ടാ, എൻ്റെ അവിടെ ഇവിടെയൊക്കെ മർദ്ദിച്ചു ചേട്ടാ, എനിക്ക് വയ്യ ചേട്ടാ, എന്നെ ഒരാണെന്ന് പരിഗണന പോലും തന്നില്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞൊരു അലൻ ജോസ് പെരേര നമ്മൾ കണ്ടു. എനിക്ക് ഇതിനിടയ്ക്ക് വേറൊരു ബൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഭാഗത്ത് മാത്രമേ തല്ലാതിരുന്നുള്ളൂ, അത് ഞാൻ കൈകൊണ്ട് മറച്ചത് കൊണ്ടാണ് തല്ല് കിട്ടാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നു മോനെ, നീ ഓൾറെഡി വൈറലാണ്. ഇപ്പം നീ വീണ്ടും എയറിൽ കയറാൻ ഒന്നുമില്ല, എപ്പോഴെപ്പോഴും എയർ കയറുന്നുണ്ടല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഏത് രീതിയിലാണെങ്കിലും വൈറലാവാം, പക്ഷെ ഒരു നല്ല കാര്യം ചെയ്ത് നീ വൈറലാവും. എപ്പോഴെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യ്. അലൻ ജോസ് പെരേരയുടെ ഈ ഒരു അഭിനയത്തിന് അടുത്ത വർഷത്തെ ഓസ്കാർ നോമിനേഷൻ പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചും അലൻ ജോസ് പെരേരയെക്കുറിച്ചും എന്താണ് അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയാണെങ്കിൽ വളരെ നന്നായിരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.